ഹലോ ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ദൊഡനബെട്ട ടീ ഫാക്ടറിയിലേക്കാണ്. ഇവിടെ ടീ ഫാക്ടറി പ്ലസ് ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഉള്ളത്. ഒരു ലോങ് ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. 20 റുപ്പീസാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ വരുന്നത് ഒരാൾക്ക്. ഇവിടെ അവരിങ്ങനെ ചായയുടെ ഓരോ ഹിസ്റ്ററീസും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ചെന്നെത്തുന്നത് ഇങ്ങനെ തേയിലേക്ക് ഉണക്കാനിടുന്നൊരു സ്ഥലത്തേക്കാണ്. ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ തേയിലേൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് എത്തുമ്പോൾ നമുക്ക് ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആ നേരത്തെ കണ്ട ഇല നേരെ വന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഈ ഒരു ഫർണസിലേക്ക് ഇട്ടിട്ട് അത് അവിടെ നിന്ന് ഹീറ്റായി പൊടിയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ഭയങ്കര നൈസായിട്ടുള്ള പൊടിയായിട്ട് അത് പുറത്തേക്ക് വരും. അതിനുശേഷം അതിനെ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് അതിനെ ഇങ്ങനെ ഒരു ഫിൽറ്ററിൽ കൂടി ഇട്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള ചായപ്പൊടീൻ്റെ തരികളായിട്ട് ഇവർ ഇവിടുന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഓരോ തരികളും ഇങ്ങനെ ഡിഫറെൻറ്റ് ചാക്കിലേക്ക് ഇങ്ങനെ വന്ന് വീഴും. ആ ഒരു പൊടികൾ അവർ അപ്പുറത്തുള്ള പാക്കിംഗ് മെഷീൻ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഏത് ഫ്ലേവറിലുള്ള ചായപ്പൊടി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളും പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് ചായപ്പൊടീസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പാക്കിംഗ് മെഷീൻ. ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ നമുക്ക് നല്ല ചായയൊക്കെ തരും. കാഡമം ടീ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് കുറച്ച് ചായപ്പൊടിയും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവർ കയറുമ്പോൾ തന്നെ കുറച്ച് സാമ്പിൾ ചോക്ലേറ്റ്സും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം. ഇച്ചിരി എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ബട്ട് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ്സ് ആയിരുന്നു. ഇവിടുന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ഇതൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ചോക്ലേറ്റ്സിൻ്റെ വെറൈറ്റീസൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് റോസ് ഗാർഡനിലേക്കായിരുന്നു. റോസ് ഗാർഡനിൽ അങ്ങനെ കാണാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ബോട്ടിങ്ങിനായിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.